ഇതാണ് നമ്മുടെ പുല്ലുപാടം. ഇതൊരു 6 മണി സമയത്തെ കാഴ്ചയാണ്. നോക്കത്താ ദൂരത്തെ നെൽപ്പാടവും താമരപ്പാടമൊക്കെയാണ് നമ്മുടെ ഈ പുല്ലുപാടത്തിനെ മനോഹരമാക്കുന്നത്. ഇവിടുത്തെ താമരപ്പാടം ഉണ്ടല്ലോ, ഒരുപാട് ഫോട്ടോഷൂട്ടിലും സേവ് ദ ഡേറ്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് കാണാറുണ്ട്. നല്ല ഹിറ്റായിട്ടുള്ളൊരു പ്ലേസായി മാറിയിരിക്കുകയാണ് പുല്ലുപാടം. കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ കണ്ട് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ടോ. അവിടെ ഒരുപാട് കടകളുണ്ട്. കടകളത്തെ കരിമീൻ ജ്യൂസ് കിട്ടും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല കപ്പയും ചിക്കനും കപ്പയും ഞണ്ടും ഇതൊക്കെ കിട്ടും. പാലത്തിൽ കൂടെ കയറി പോവാണ്. പിന്നെ ഇവിടെ ഇതുപോലുള്ള ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബോട്ട് യാത്രയ്ക്ക് 200 രൂപയാണ്. 200 രൂപ കൊടുത്താൽ 4 പേർക്ക് പോവാം. ഇവിടെ കൂടെയൊക്കെ ഇങ്ങനെ പാടത്തിന് നടുക്കൂടെ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം നടന്നു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. ഒഴിവ് ദിവസങ്ങൾ സൺഡേ സാറ്റർഡേ കിട്ടുമ്പോൾ ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ പോവാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ പോവാൻ. കണ്ടോ, നോക്കത്താ ദൂരത്തെ പാടം. പിന്നെ ഞങ്ങൾ അവിടേക്ക് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. നല്ല അറ്റ്മോസ്ഫിയറായിരുന്നു. നല്ലൊരു ചെറിയൊരു വെയിലും, ഒരു 6 മണി 6:30 സമയമാണ്. ചെറിയൊരു വെയിലും ചെറിയൊരു ഇരുട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളിത് തിരിച്ചു പുറപ്പെടുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണിത്. രാത്രിയും നല്ലോണം തിരക്ക് കാണും ഇവിടെ. പാലത്തിൽ കൂടെ കയറി പോവാണ്. ഒരുപാട് കാണാനുണ്ട്. നമ്മൾ തൃശ്ശൂർ പോകുന്ന വഴിയാണ്. ഇവിടെയാണ് ഞങ്ങൾ ചൂണ്ടയിടാൻ വരുന്നത്. ഇടയ്ക്കൊക്കെ ആദ്യം ഫ്രീ ആകുമ്പോൾ ചൂണ്ടയിടാൻ വേണ്ടി. ഇപ്പം മീനൊന്നുമില്ല. വഴിയിലൊക്കെ മീൻ കച്ചവടം. പിന്നെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ കയറി. പുള്ളിനകത്ത് തന്നെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ആദ്യമായിട്ട് പാൽക്കപ്പ, അത് കോംബോയാണ്. ബീഫ് ചിക്കൻ ഇതെല്ലാം ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഒരു ഷേക്ക് കുടിച്ചു. പാൽക്കപ്പയൊക്കെ ഫിനിഷ് ചെയ്തു. ഷേക്ക് കുടിച്ച് തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു, വയറ് നിറഞ്ഞിട്ട്. പാൽക്കപ്പ കഴിച്ചപ്പോൾ തന്നെ വയറ് ഏകദേശം ഒരു ഇതായി. എന്നാലും എനിക്ക് തണുത്ത എന്തെങ്കിലും കഴിക്കാൻ തോന്നിയിട്ട് ഷേക്കല്ല കേട്ടോ, ഫലൂഡ ഞാൻ കുടിക്കുന്നത്. ഫലൂഡ നല്ല ഫുഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ആരെങ്കിലും ഇതുവഴി പോകുന്നെങ്കിൽ കയറിപ്പോ. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്തു. ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി ഞങ്ങളത് തൃശ്ശൂരെത്തി. എന്തായാലും തൃശ്ശൂർ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി. ഏത് സമയത്തും പോയിരിക്കാൻ പറ്റിയൊരു പ്ലേസല്ലേ നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രം. അങ്ങനെ അവിടെ പോയി. അവിടെ നല്ലോണം തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പോയി കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. ഇപ്പം ഏകദേശം ഒരു 11-11:30 മണിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോവാണ്. നല്ലോണം ഉറക്കം വന്നുകൊണ്ട് നല്ല ക്ഷീണവുമുണ്ട്. അപ്പം ടാറ്റാ.